മുമ്പത്തെ കാലത്ത് ഒരു റൈറ്റർ എന്ന പെർസ്പെക്റ്റീവിൽ എപ്പോഴും ഇമാജിനേഷൻ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പോഴത്തെ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് കൊണ്ട് എപ്പോഴും ഇമാജിനേഷൻ ഒരു ലിമിറ്റേഷൻ ഇല്ല. ഇനിയിപ്പം നമ്മളൊരു 2050 കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഫിലിം ഫീൽഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ക്യാൻ ബി റീപ്ലേസ്ഡ് വിത്ത് ടെക്നോളജി? അരുണിൻ്റെ പടം കാണുമ്പം കൊച്ചിയുടെ ഒക്കെ ഒരു വൈഡ് ഫ്രെയിമൊക്കെ നമ്മൾ കാണിക്കുമ്പം അതിനകത്ത് സ്പേസ് ഷിപ്പുകൾ വരെ നമ്മൾ കാണുന്നുണ്ട്. 20 വർഷം മുമ്പുള്ള ഒരു മലയാള സിനിമയിൽ നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഷോട്ടൊക്കെയാണത്. ടെക്നോളജി കുറച്ചും കൂടി ചീപ്പ് ആൻഡ് അവൈലബിൾ ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ക്ലോസുകളൊക്കെ എടുക്കുമ്പോഴുള്ള ആർട്ട് സെറ്റപ്പുകൾ മാത്രം ഒറിജിനൽ ചെയ്യുകയും ബാക്കി അതിൻ്റെ വൈറ്റ് ഷോട്ടുകളൊക്കെ കാണിക്കുമ്പോഴത്തേക്കും CG എക്സ്റ്റൻഷനും ഫുൾ CGയിൽ ബിൽഡ് ചെയ്യുക തുടങ്ങിയ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങി. ഇപ്പോൾ സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റുകളുടെ കാര്യം, ഇപ്പോൾ സ്റ്റോറി ബോർഡിൽ നിന്ന് മാറി നമ്മൾ AI ഉപയോഗിച്ചുകൊണ്ട് സ്റ്റോറി ബോർഡുകൾ വരയ്ക്കുന്നതിലേക്ക് മാറി. എന്തൊക്കെയാണോ ടെക്നോളജിക്കലി മാറ്റങ്ങൾ വരാൻ പോകുന്നത് അതെല്ലാം സിനിമയിലേക്കും പതുക്കെ വന്നുകൊണ്ടേ ഇരിക്കും.